ഉൽപ്പത്തി പുസ്തകം 13 മുതൽ 15 വരെയുള്ളതായിരിക്കുന്ന വേദഭാഗത്ത് നിന്ന് പഠിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് അബ്രഹാമിന്റെ ജീവിതമാണ്. വാക്കിംഗ് ബൈ ഫെയ്ത്ത് അണ്ടർ ദ കവനന്റ്, ഉടമ്പടിക്ക് കീഴിൽ വിശ്വാസ ജീവിതം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. അബ്രഹാമിന്റെ ജീവിതത്തെ വളരെ പരിചിതമായിട്ടുള്ളവരാണ് നമ്മൾ എല്ലാവരും. 12-ാമത്തെ അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വിളിച്ചു വേർതിരിച്ചു. അങ്ങനെ അബ്രഹാം യാത്ര ആരംഭിച്ചു. അബ്രഹാം കനാൻ ദേശത്ത് എന്ന് പാർത്തപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, നിനക്ക് ഈ ദേശം ഞാൻ സ്വന്തമായിട്ട് തരും. പിന്നീട് അബ്രഹാം തെക്കോട്ട് യാത്ര ചെയ്ത് ഈജിപ്തിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈജിപ്തിൽ ചെന്നതായിരിക്കുന്ന അബ്രഹാം അവിടെ തന്റെ ഭാര്യയായിരിക്കുന്ന സാറായെ സഹോദരി എന്നാണ് അഭിസംബോധന ചെയ്തത്. ഇത് തെറ്റിദ്ധരിച്ച ഫറവോ അവളെ പിടിച്ചുകൊണ്ടുപോയി. എന്നാൽ പിന്നീട് അവൾ അബ്രഹാമിന്റെ ഭാര്യയാണെന്ന് മനസ്സിലാക്കിയ രാജാവ് അവളെയും അബ്രഹാമിനെയും ആ ദേശത്ത് നിന്ന് പറഞ്ഞയക്കുകയാണ്. ആ മടക്കയാത്രയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, മടങ്ങിയെത്തുന്ന അബ്രഹാമിന്റെ ജീവിതമാണ് 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. 13 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ അവിടുത്തെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ദൈവത്തോട് ഉടമ്പടി ചെയ്ത ഒരു വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരു ദൈവവൈതലിനെ എങ്ങനെയാണ് ദൈവം നയിക്കുന്നത്, എങ്ങനെയാണ് ദൈവം അവനെ സംരക്ഷിക്കുന്നത്, എങ്ങനെയാണ് ദൈവം അവനെ അനുഗ്രഹിക്കുന്നത്, അവനുമായിട്ടുള്ള ഉടമ്പടി എങ്ങനെ ഉറപ്പിക്കുന്നു എന്നുള്ളത് ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ വേദഭാഗത്ത് 13 മുതൽ 15 വരെ മടങ്ങി വന്ന അബ്രഹാമിന്റെ ചരിത്രമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അബ്രഹാം ഈ യാത്രയിൽ വലിയ പരാജയങ്ങളും അതേസമയം വലിയ യഥാസ്ഥാനപ്പെടലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം, മിസ്രയീമിലേക്കുള്ള യാത്ര അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു വലിയ പരാജയമായിരുന്നു. അവിടെ ചെന്ന് ഫറവോ അബ്രഹാം തന്റെ ഭാര്യയെ സഹോദരി എന്ന് വിളിച്ചതൊക്കെ അതൊക്കെ ഒരു വലിയ പരാജയമാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ. പരാജയത്തിന് ശേഷം മടങ്ങി വരുന്ന അബ്രഹാം എങ്ങനെയാണ് ദൈവത്താൽ മാനിക്കപ്പെട്ടത്? 13-ാം അധ്യായത്തിൽ നാം കാണുന്ന പ്രധാനപ്പെട്ട ചിന്ത, ഇന്നത്തെ നമ്മുടെ പഠനം ഇതായിരിക്കും: ഫെയ്ത്ത് ചൂസസ് ഗോഡ് ഓവർ മെറ്റീരിയൽ അഡ്വാൻറ്റേജ്. ഭൗതിക നന്മകളെക്കാൾ കൂടുതൽ ദൈവത്തെ തെരഞ്ഞെടുക്കുന്ന അബ്രഹാമിനെയാണ് ഈ 13-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രതിസന്ധിയുടെ നടുവിൽ ധൈര്യത്തോടെ പ്രതികരിക്കുന്ന വിശ്വാസമാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. വലിയൊരു പ്രതിസന്ധി അബ്രഹാം നേരിടുന്നുണ്ട്. ആ പ്രതിസന്ധിയിൽ എങ്ങനെയാണ് വിശ്വാസത്തോടെ അബ്രഹാം പ്രതികരിക്കുന്നത്? 15-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്രമിക്കുന്നത് നമുക്ക് കാണാം. ദൈവം അബ്രഹാമിന് വാഗ്ദത്തങ്ങളെ കൊടുക്കുന്നു. ആ വാഗ്ദത്തം ഏറ്റെടുത്ത അബ്രഹാം അവന്റെ ജീവിതത്തിൽ ഒരു പുതിയ കാൽച്ചുവട് വെക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. 15-6 നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വാക്യമാണ്. അബ്രഹാം വിശ്വസിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുള്ള ആ വലിയ ആത്മീക സത്യം 15-6 നമ്മൾ വായിക്കുന്നു. 15-7 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയെ ഉറപ്പിക്കുകയാണ്, കൺഫേം ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ദിവസത്തെ പഠനത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. 13-ാം അധ്യായത്തിന്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, അവിടെ ഭൗതിക നന്മകളെക്കാൾ ഉപരിയായി അബ്രഹാം ദൈവത്തെ തെരഞ്ഞെടുക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം എല്ലാവരും വിശ്വാസ ജീവിതം നയിക്കുന്നവരാണ്. വിശ്വാസ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത എപ്പോഴും തുടർച്ചയായി ദൈവത്തെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളാണ്. ആ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ എപ്പോഴും ഒരു വശത്ത് ദൈവമാണ്, മറുവശത്ത് അനേക കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് ഭൗതിക നന്മകളായിരിക്കാം, ഒരുപക്ഷെ ലോകപ്രകാരം ലഭിക്കാവുന്ന സന്തോഷങ്ങളായിരിക്കാം, ഒരുപക്ഷെ പാപത്തിന്റെ പ്രലോഭനങ്ങളായിരിക്കാം.
എന്നാൽ തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ ദൈവത്തെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുക. അതാണ് അബ്രഹാം ഇവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ അബ്രഹാമും ലോത്തും തമ്മിലുള്ളതായിരിക്കുന്ന വൈരുദ്ധ്യങ്ങളെ നമുക്ക് വളരെ പ്രകടമായിട്ട് കാണുവാൻ കഴിയും. നമുക്കറിയാം, ദൈവം അബ്രഹാമിനെ വിളിച്ചു, അബ്രഹാം ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ ഇറങ്ങിത്തിരിച്ച് അബ്രഹാമിനോട് കൂടെ ഇറങ്ങിത്തിരിച്ച ഒരാളാണ് ലോത്ത്. ലോത്തിനെ ബൈബിൾ നീതിമാനായ ലോത്ത് എന്നൊക്കെ വിളിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അബ്രഹാമിന്റെയും ലോത്തിന്റെയും ജീവിതത്തിൽ ഒരു വലിയ വൈരുദ്ധ്യം, വ്യത്യസ്തത കാണുവാനായിട്ട് കഴിയും. അബ്രഹാമിനെ വിശ്വാസത്താൽ കാൽച്ചുവടുകൾ വെക്കുന്ന ഒരു വ്യക്തിയായി കാണുമ്പോൾ, ലോത്തിനെ വിശ്വാസത്താലല്ല ലോകപ്രകാരം ജീവിക്കുന്ന ഒരു ജഡീകനായ വിശ്വാസിയായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. രണ്ടുപേരും വളരെ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എന്നാൽ രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. പണമുണ്ടായി, കന്നുകാലികൾ ഉണ്ടായി, എന്നാൽ രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസം. വലിയ നന്മകളാൽ അവർ നിറയപ്പെട്ടു, എന്നാൽ അവർ തമ്മിൽ വലിയ വ്യത്യാസം. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വരുമ്പോൾ ലോത്ത് തികച്ചും വ്യത്യസ്തനായിട്ട് കാണപ്പെടുകയാണ്. എവിടെയാണ് ഒരു വിശ്വാസിയെയും ഒരു ലോക മനുഷ്യനെയും തമ്മിൽ വേർതിരിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ അവരെടുക്കുന്ന തീരുമാനങ്ങളിലാണ്. നിങ്ങളുടെ തീരുമാനം ലോകപ്രകാരമുള്ള നന്മകൾ നോക്കിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു ലോക മനുഷ്യനാണ്, ജഡീകനാണ്. അല്ല, നിങ്ങൾ ദൈവത്തെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു ആത്മീയനാണ്. ഈ വലിയ സത്യത്തിലേക്കാണ് ഈ വേദഭാഗം നമ്മെ വിരൽ ചൂണ്ടുന്നത്. ലോത്ത് ലോകപ്രകാരം കാണുന്നതിനെയാണ് തെരഞ്ഞെടുത്തത്, എന്നാൽ അബ്രഹാം തെരഞ്ഞെടുത്തത് ദൈവത്തെയാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രമാണ് ഈ വേദഭാഗത്ത് നാം പരിശോധിക്കാൻ പോകുന്നത്. അബ്രഹാം ദൈവത്തെ ആശ്രയിച്ചു. അത് അവന്റെ തെരഞ്ഞെടുപ്പുകളെ, ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളെ തെരഞ്ഞെടുക്കുന്നതിലാണ് ചെന്ന് അവസാനിച്ചത്. ഇന്ന് നാം ചിന്തിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: when God's will and material advantage appear to conflict, which will we choose? ദൈവഹിതവും ലോകത്തിന്റെ നന്മകളും രണ്ടു വശത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഇതിൽ ഏത് തെരഞ്ഞെടുക്കും? ഒന്ന് തെരഞ്ഞെടുത്താൽ മറ്റേത് നഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഏത് തെരഞ്ഞെടുക്കും? ഈ കാലഘട്ടത്തിലെ അനേക വിശ്വാസികളും ലോകത്തെ ഭൗതിക നന്മകളെ തെരഞ്ഞെടുക്കും. എന്നാൽ അബ്രഹാം തെരഞ്ഞെടുത്തത് ദൈവത്തെ ആയിരുന്നു. വിശ്വാസം പറയുന്നത് I would rather have God than gain the whole world. ഈ ലോകം മുഴുവൻ നേടുന്നതിനേക്കാൾ ഞാൻ ദൈവത്തെ തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ദൈവത്തെയാണ് വേണ്ടത്. 5 കാര്യങ്ങൾ ഈ വേദഭാഗത്ത് നിന്ന് പഠിക്കുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മോട് പറയുന്നത് faith returns to God after failure. വിശ്വാസം ജീവിതത്തിന്റെ പരാജയങ്ങൾക്ക് ശേഷം എവിടേക്ക് തിരിച്ചു വരും? ദൈവത്തിങ്കലേക്ക് തിരിച്ചു വരും. 1 മുതലുള്ള വാക്യങ്ങളിൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട അബ്രഹാം കന്നുകാലികളും വെള്ളിയും പൊന്നും ഒക്കെ സമ്പാദിച്ച് ബഹുസമ്പന്നനായിട്ടാണ് വരുന്നത്. അവൻ തന്റെ യാത്രയിൽ തെക്ക് നിന്ന് ബദേൽ വരെയും ബദേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരമുണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ഇവിടെ നമ്മൾ കാണുന്നത് അബ്രഹാം ദൈവത്തെ ആരാധിക്കുവാനായി മടങ്ങി വരുന്നു എന്നുള്ളതാണ്. ഈജിപ്തിൽ തനിക്ക് വലിയ ഒരു തിരിച്ചടിയാണ് നേരിട്ടത്. എന്നാൽ ആ തിരിച്ചടിക്ക് ശേഷം മടങ്ങി വരുന്നതായിരിക്കുന്ന അബ്രഹാം ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കടന്നു വരുന്നത് അവിടെ നാം കാണുന്നുണ്ട്. അബ്രഹാം ഈജിപ്തിലേക്ക് പോകുമ്പോൾ അവിടെ വലിയ ക്ഷാമം ഉള്ളതുകൊണ്ടാണ് പോയത്. ഹൃദയത്തിൽ ഭയവുമായിട്ടാണ് പോയത്. ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച വിശ്വാസി ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ കണ്ട് ഭയപ്പെട്ട് പിന്മാറി ഒരു ഭയപ്പാടിന്റെ ഓട്ടമായിരുന്നു ഓടിയത്. എന്നാൽ ജീവിതത്തിൽ സംഭവിച്ച പരാജയത്തിന് ശേഷം അവൻ മടങ്ങി വരുന്നത് ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ്. ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കടന്നു വരുന്ന ഒരു അബ്രഹാമിനെയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു വലിയ ആത്മീക സത്യം നമ്മോട് പറയുന്നുണ്ട്. എന്താണ് ആ വലിയ ആത്മീക സത്യം? Faith knows
ഹൗ ടു കം ബാക്ക് ടു ഗോഡ് ആഫ്റ്റർ ഫെയിലിയർ. വിശ്വാസത്തിന്റെ ഒരു പ്രത്യേകത നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങളുടെ നടുവിൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു ആഹ്വാനമാണ് വിശ്വാസ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ചിലരൊക്കെ ചിന്തിക്കുന്നത് വിശ്വാസ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാവുകയില്ല എന്നാണ്. എന്നാൽ തിരുവചനം എന്താ പറയുന്നത്? വിശ്വാസം എങ്ങനെയാണ് നമ്മളെ എനേബിൾ ചെയ്യുന്നത്, ശക്തീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ജീവിതത്തിലെ പരാജയങ്ങളുടെ നടുവിൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് വിശ്വാസമാണ്. ഇന്ന് ഒരുപക്ഷെ ക്രിസ്തീയ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ പരാജയപ്പെട്ടു പോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുവാൻ ഏറ്റവും നല്ല ഒരിടം അത് നമ്മുടെ കർത്താവിന്റെ പാദപീഠമാണ്. അവന്റെ ആരാധനയിലേക്ക്, അവന്റെ യാഗപീഠത്തിനരികിലേക്ക്, കാൽവറി ക്രൂശിന്റെ ചുവട്ടിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരവസരമുണ്ട്. ദ ആൻസർ ടു ഫെയിലിയർ വാസ് നോട്ട് സെൽഫ് കണ്ടംനേഷൻ. സ്വയം കുറ്റപ്പെടുത്തുകയല്ല പരാജയത്തിനുള്ള മറുപടി. പരാജയത്തിനുള്ള മറുപടി ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങിവരവാണ്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ പരാജയത്തിൽ നാം ചില തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകാം. നമ്മൾ പാളിപ്പോയ ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്ത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഭയമായി മാറിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ തിരുവചനം നമ്മോട് പറയുന്ന എന്താണ്? കം ബാക്ക് ടു ദ ഓൾട്ടർ. യാഗപീഠത്തിനരികിലേക്ക്, കാൽവരി ക്രൂശിനടുക്കിലേക്ക് മടങ്ങി വരിക, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. നമുക്കറിയാമല്ലോ, ഈ നാളുകളിൽ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഗൂഗിൾ മാപ്പിലാണ് ലൊക്കേഷൻ ഒക്കെ ഇട്ട് പോകുന്നത്. ഗൂഗിൾ മാപ്പ് ഇടയ്ക്കൊക്കെ പറയും റീകാൽക്കുലേറ്റിംഗ്, ഒന്നുകൂടെ ഞാനൊന്ന് നോക്കട്ടെ, വഴിതെറ്റി യാത്ര അവസാനിപ്പിക്കുകയല്ല, ഒന്നുകൂടെ ആ ലൊക്കേഷനിലേക്കുള്ള വേറെ വല്ല വഴിയുമുണ്ടോ എന്ന് നോക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതിന്റെ അർത്ഥം ഡെസ്റ്റിനേഷൻ ക്യാൻസൽ ചെയ്തെന്നല്ല, നേരെ മറിച്ച് ഒരു മടക്കയാത്രയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളിൽ ദൈവത്തിങ്കിലേക്കുള്ള ഒരു മടക്കയാത്ര ഇവിടെ അബ്രഹാമിന്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയും. വിശ്വാസം എപ്പോഴും മടങ്ങി വരും. വിശ്വാസ ജീവിതത്തിന്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് തന്നെ മടക്കയാത്രയാണ്. വിശ്വാസം മടങ്ങി വരുന്നതാണ്. വിശ്വാസം ദൈവത്തെ ആരാധിക്കുന്നതാണ്. വിശ്വാസം വീണ്ടും ഒന്നുകൂടെ ആരംഭിക്കുന്നതാണ്. അതിന്റെ അർത്ഥം ഒന്നുകൂടെ രക്ഷിക്കപ്പെടണമെന്നല്ല, ക്രിസ്തീയ ജീവിതത്തിന്റെ ട്രാക്കിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ദൈവത്തിങ്കലേക്ക് മടങ്ങി വരിക. രണ്ടാമതായി ഈ വേദഭാഗത്ത് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്, വിശ്വാസം എപ്പോഴും തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നമുക്ക് ലഭിക്കുന്ന നന്മകളുടെ നടുവിൽ ഒരു ആത്മീക പരിശോധന കടന്നു വരും. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഈ ബഹുസമ്പന്നനായി മടങ്ങി വന്ന അബ്രഹാമും ലോത്തും അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ്. അവിടെ അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടായിരുന്നു എന്ന് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട്, അവർക്ക് ഒന്നിച്ചു പാർക്കാൻ കഴിയാഞ്ഞത് കൊണ്ട് അബ്രാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ ഒരു പിണക്കമുണ്ടായി. കനാന്യരും പെരിസ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്ന സമയമാണ്. ആ സമയത്ത് ഇതൊരു പരിശോധനയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഭൗതികമായി അനുഗ്രഹിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വിജയമുണ്ടാകുമ്പോൾ, ഒരു നന്മയുണ്ടാകുമ്പോൾ, അതിനകത്ത് ഒരു പരിശോധന കടന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ ആത്മീക ശുശ്രൂഷയിലെ വിജയമായിരിക്കാം, ഒരുപക്ഷെ ഭൗതിക നന്മകളുടെ അനുഗ്രഹമായിരിക്കാം. ഏതു തന്നെയാണെങ്കിലും അതിനകത്ത് ഒരു പരിശോധന ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഒരു പ്രതിസന്ധി അവർ നേരിടുകയാണ്. എന്നാൽ ആ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം ഒരു പരിശോധന നൽകുന്നത് കാണുവാനായിട്ട് കഴിയും. ഇവിടുത്തെ ചോദ്യം എന്താണ്? ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കാൻ കഴിയുമോ എന്നുള്ളതല്ല. ദൈവത്തിന് ആരെയും അനുഗ്രഹിക്കാൻ കഴിയും. ദൈവത്തിന് ഏതൊരു ദൈവ പൈതലിനെയും അനുഗ്രഹിക്കാൻ കഴിയും. പക്ഷെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് അറിയാമോ? ക്യാൻ ഗോഡ് ട്രസ്റ്റ് മീ വിത്ത് വാട്ട് ഹി ബ്ലെസ്സസ് മീ വിത്ത്? ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ കൊണ്ട്
ദൈവത്തിന് എന്നെ വിശ്വസിക്കാൻ കൊള്ളാവോ? ഈ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നാൽ എന്നെ ദൈവത്തിന് കൊള്ളാവുന്നവനായി നിലനിർത്താൻ കഴിയുമോ? അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അനേകരെയും, ലോത്തിനെയും ദൈവം അനുഗ്രഹിച്ചു, അബ്രഹാമിനെയും ദൈവം അനുഗ്രഹിച്ചു. എന്നാൽ ഈ അനുഗ്രഹം ഒരു വലിയ പരീക്ഷയാണ് അവരുടെ മുമ്പിൽ വെച്ചത്. എന്താണ് പരീക്ഷ? ദൈവം ഇവരിൽ ആരെ തുടർന്നും അനുഗ്രഹിക്കും? ഇതൊരു ചോദ്യമാണ്. കാരണം കൊടുത്ത അനുഗ്രഹം കൊണ്ട് ആരെയാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായി തെളിയിക്കപ്പെട്ടത്? പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേക വിശ്വാസികളുടെ ജീവിതത്തിൽ ദൈവം ലജ്ജിക്കുന്നതിന്റെ കാരണം അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് അവർ പരീക്ഷകളിൽ പരാജയപ്പെട്ടു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആളുകളെക്കാൾ സമ്പത്ത് വിലയേറിയതായിട്ട് എണ്ണുകയാണ്. ചിലരൊക്കെ ചിന്തിക്കുന്നത് മനുഷ്യരോടുള്ള ബന്ധത്തെക്കാൾ പണമാണ് പ്രധാനം, സമ്പത്താണ് പ്രധാനം. സഹോദരനെ പിണക്കിക്കൊണ്ട് അതിർത്തികൾ മാന്തിയെടുക്കുന്ന മനുഷ്യർ. മണി ബിക്കം മോർ ഇമ്പോർട്ടന്റ് ദാൻ മിനിസ്ട്രി. ശുശ്രൂഷയേക്കാൾ പണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പരിശോധന. ബന്ധങ്ങളെക്കാൾ പദവികൾക്ക്, പൊസിഷൻ ദാൻ റിലേഷൻഷിപ്പ്, പൊസഷൻസ് ദാൻ ഗോഡ്സ് പ്രസൻസ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വസ്തുവകകൾക്കല്ല വ്യക്തികളെക്കാൾ പ്രാധാന്യമുള്ളത്, പണത്തിനല്ല ശുശ്രൂഷയേക്കാൾ പ്രാധാന്യമുള്ളത്, പദവികൾക്കല്ല ബന്ധങ്ങളെക്കാൾ പ്രാധാന്യമുള്ളത്, വസ്തുവകകൾക്കല്ല ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കാൾ പ്രാധാന്യമുള്ളത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതിലേതിന് പ്രാധാന്യം കൊടുക്കും എന്നൊരു ഗൗരവമായ ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിക്കുവാനായിട്ടിടയായി തീരട്ടെ. മൂന്നാമതായി ഇവിടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്, വിശ്വാസ ജീവിതം, ഫെയ്ത്ത് ചൂസസ് പീസ് ഓവർ പേഴ്സണൽ അഡ്വാൻറ്റേജ്. ഇവിടെ അബ്രഹാമിന്റെ തെരഞ്ഞെടുപ്പിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ അബ്രാം ലോത്തിനോട് പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുത്. നാം സഹോദരന്മാരല്ലോ, ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ? എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ട് പോകുന്നെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഇവിടെ അബ്രഹാം ഒരു വലിയ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. അബ്രഹാം തെരഞ്ഞെടുത്തോ? നിശ്ചയമായും തെരഞ്ഞെടുത്തു. ഇവിടെ അബ്രഹാമിന് പ്രധാനമായിട്ടുണ്ടായിരുന്നത് തനിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഭൗതിക നന്മകളല്ല. അബ്രഹാമാണ് ഇവിടെ മൂത്തയാള്, അബ്രഹാമാണ് ദൈവത്താൽ വിളിക്കപ്പെട്ടയാള്, അബ്രഹാമിനാണ് ദൈവത്തിന്റെ വാഗ്ദത്ത ദേശം അവകാശമായി കൊടുക്കാമെന്ന് ദൈവം വാക്കു പറഞ്ഞത്. സ്വാഭാവികമായും ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് അബ്രഹാമാണ്. എന്നാൽ അബ്രഹാം ആ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള അവകാശം ലോത്തിന് വിട്ടുകൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസ ജീവിതത്തിന്റെ വിജയമെന്ന് പറയുന്നത് എല്ലാം പിടിച്ചു വെക്കുന്നതിലല്ല. വിശ്വാസ ജീവിതത്തിന്റെ വിജയമെന്ന് പറയുന്നത് ദൈവത്തെ മുറുകെ പിടിക്കുന്നതിലാണ്. അബ്രഹാം ഇവിടെ തന്റെ അവകാശങ്ങളല്ല മുറുകെ പിടിച്ചത്, അബ്രഹാം മുറുകെ പിടിച്ചത് ദൈവത്തെയാണ്. അബ്രഹാം പറയുകയാണ്, നീ ആദ്യം തിരഞ്ഞെടുത്തോ, യു ചൂസ് ഫസ്റ്റ്, നിനക്ക് ഞാൻ ആദ്യം അവസരം തരികയാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എപ്പോഴും നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു തുണ്ട് ഭൂമിയേക്കാൾ വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയാനായിട്ടിടയാകണം. നമുക്ക് ഈ ലോകത്ത് ലഭിക്കാൻ സാധ്യതയുള്ള ഏതൊരു ഭൗതിക നന്മയേക്കാൾ വലിയത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. വാഗ്ദത്തമില്ലാത്ത ഒരു ദൈവവൈതൽ ഒരുപക്ഷെ ലോത്തിനെ പോലാകാൻ സാധ്യതയുണ്ട്. ലോത്ത് ഈ കണ്ടതൊക്കെ തെരഞ്ഞെടുക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്ന ഒരു ചിത്രം. ഗോഡ്സ് പ്രോമിസ് വാസ് ഗ്രേറ്റർ ദാൻ the piece of land he might lose. അബ്രഹാമിന് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു തൊണ്ട് ഭൂമിയേക്കാൾ അബ്രഹാം വിലയേറിയതായി കണ്ടത് തനിക്ക് ലഭിച്ച ദൈവീക വാഗ്ദത്തങ്ങളാണ്. നാം ദൈവത്തെ ആശ്രയിക്കുമ്പോൾ പൂർണ്ണമായി കർത്താവിനെ പിൻപറ്റുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് തരാൻ കഴിയാത്ത ഒന്നും ഈ ലോകത്തില്ല, ദൈവത്തിന് നൽകാൻ കഴിയാത്ത ഒന്നും ഈ ലോകത്തില്ല. ദൈവമാണ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ. ദൈവത്തെ എപ്പോഴും തിരഞ്ഞെടുക്കുക. ഇതെന്റെ അവകാശമാണ്, ഇത് ഞാൻ പിടിച്ചെടുക്കും, ഇത് എനിക്ക് വേണ്ടതാണ്, ഇത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല എന്നുള്ളത് ഒരു ദൈവ പൈതലിന്റെ തീരുമാനമല്ല, അത് ഒരു ലോക മനുഷ്യന്റെ തീരുമാനമാണ്. ദൈവ പൈതലിന്റെ തീരുമാനം, ഞാൻ സമാധാനം തിരഞ്ഞെടുക്കും,
അവിടെ അബ്രഹാം തെരഞ്ഞെടുത്തത് പീസാണ്. എപ്പോഴും ഇങ്ങനെ തല്ലിപ്പിരിഞ്ഞ് പിണങ്ങിപ്പിരിഞ്ഞ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിടിച്ച് നിൽക്കുക എന്നുള്ളതല്ല അബ്രഹാമിന്റെ തെരഞ്ഞെടുപ്പ്. അബ്രഹാമിന്റെ തെരഞ്ഞെടുപ്പ് സമാധാനം തെരഞ്ഞെടുക്കുകയാണ്. എപ്പോഴും ഒരു ദൈവ പൈതൽ തെരഞ്ഞെടുക്കേണ്ടുന്നത് ഇവിടെയാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ വീട്ടിലൊക്കെ സഹോദരന്മാർ വളരെ സ്നേഹത്തിൽ നിന്നവർ ഇടയ്ക്ക് ഭൂമി ഭാഗം ചെയ്യുന്ന സമയത്ത് വീട്ടിലെ സ്വത്ത് ഭാഗം ചെയ്യുന്നതോടുകൂടെ തമ്മിൽ കണ്ടാൽ മിണ്ടാത്തവരായി, അന്യോന്യം ഇടപാടുകളില്ലാത്തവരായി, സ്നേഹം നഷ്ടപ്പെട്ടവരായിട്ടൊക്കെ പോകുന്നതിന്റെ കാരണം ഈ മേഖലയിൽ അവർ വിശ്വാസ ജീവിതത്തെ പ്രായോഗികവൽക്കരിക്കുന്നില്ല എന്നുള്ളതാണ്, പ്രയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. വിശ്വാസം പ്രായോഗികമാക്കാതെ പോകുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അത് സംഭവിക്കുവാനായിട്ട് ഇടയാകരുത്. നാലാമതായി ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത് ഫെയ്ത്ത് റിഫ്യൂസസ് ടു ചൂസ് ബൈ സൈറ്റ്. കാഴ്ചയാലുള്ളത് തെരഞ്ഞെടുക്കാൻ വിശ്വാസ ജീവിതം ഒരിക്കലും നമ്മെ അനുവദിക്കുകയില്ല. വിശ്വാസ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാഴ്ചയാലുള്ള തെരഞ്ഞെടുപ്പല്ല. ഇത് നാം എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. വിശ്വാസ ജീവിതം കണ്ണുകൊണ്ട് കാണുന്നതിനെ തെരഞ്ഞെടുക്കുന്നതല്ല. വിശ്വാസ ജീവിതം എപ്പോഴും അതിനതീതമായി തെരഞ്ഞെടുക്കാൻ കഴിയുന്നതാണ്. ലോത്ത് ഇവിടെ നോക്കിയപ്പോ 10-ാം വാക്യത്തിൽ യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. പിന്നെ എന്താ ലോത്ത് ചെയ്തത്? യഹോവ സോദോമിനെയും ഗൊമോറയെയും നശിപ്പിക്കുന്നതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവാർ വരെ മിസ്രയീം ദേശം പോലെയുമായിരുന്നു. ഞാൻ അവിടെ നിന്നൊരു ചിന്ത പറയട്ടെ. ഈ ചില തോട്ടങ്ങളൊക്കെ കാണുമ്പോൾ അത് വളരെ സമൃദ്ധിയോടെ നിൽക്കുന്നത് കാണുവാനായിട്ട് കഴിയും. പക്ഷെ ഒരു കാര്യം ഓർത്തോണേ, ഒരുപക്ഷെ പുഷ്ടിയോടെ നിൽക്കുന്നത് പലതും വെട്ടാൻ നിർത്തിയിരിക്കുന്ന വൃക്ഷത്തെ പോലെയാകാൻ സാധ്യതയുണ്ട്. ഒരു വർഷം കൂടെ നിൽക്കട്ടെ, ഫലം കായ്ച്ചില്ലെങ്കിലോ വെട്ടിക്കളയാം എന്ന് ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്ന ചില തോട്ടങ്ങളെ ഞാനും നിങ്ങളും കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ട് തിരഞ്ഞെടുക്കരുത്. പ്രിയപ്പെട്ടവരെ, വെട്ടാൻ വെച്ചിരിക്കുന്ന അനേക തോട്ടങ്ങളിലേക്കാണ് അനേകരും ഇന്ന് കണ്ണുകളെ പായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നിങ്ങൾ തെരഞ്ഞെടുക്കരുത്. നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത്, നിങ്ങളുടെ മക്കൾ തെരഞ്ഞെടുക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, നീരോട്ടമുള്ള ദേശമല്ല, ദൈവത്തിന്റെ വാഗ്ദത്തമാണ് തെരഞ്ഞെടുക്കേണ്ടത്. ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തെരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു. സോദോം വരെ കൂടാരം നീക്കി അടിച്ചു. സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളുമായിരുന്നു. അതെ, സോദോമിന്റെ നീരോട്ടമാണ് ലോത്ത് തെരഞ്ഞെടുത്തത്. പക്ഷെ ആ തെരഞ്ഞെടുപ്പിന്റെ കൂട്ടത്തിൽ ദുഷ്ടന്മാരെ സഹവാസികളായി തെരഞ്ഞെടുത്തു, മഹാപാപികളെ അയൽക്കാരായി തെരഞ്ഞെടുത്തുകൊണ്ട് ലോത്ത് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് അനേകം വിശ്വാസ കുടുംബങ്ങളിൽ നിന്ന് മക്കൾ തെരഞ്ഞെടുക്കുന്നത് ഏതാണ്? ഇതേപോലൊരു തെരഞ്ഞെടുപ്പല്ലേ? പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന ദേശത്തിന്റെ പുഷ്ടിമയല്ല നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത് ദൈവ മക്കളുള്ള ദേശമാണ്. ദൈവജനത്തെ അയൽക്കാരായിട്ട് തെരഞ്ഞെടുക്കണം. കാരണം അതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ലോത്ത് കാഴ്ചയാലുള്ളത് തെരഞ്ഞെടുത്തു, അബ്രഹാമോ വിശ്വാസത്താൽ തെരഞ്ഞെടുക്കുകയാണ്. ഇതൊരു വലിയ വൈരുദ്ധ്യമാണ്. ഒരുപക്ഷെ ലോകപ്രകാരം നോക്കുന്ന ഏതൊരു മനുഷ്യനും അബ്രഹാമിനെ മണ്ടനെന്ന് വിളിക്കും, ലോത്തിനെ ബുദ്ധിമാനെന്ന് വിളിക്കും. കൊള്ളാം, നിനക്ക് നിന്റെ കാര്യം നോക്കാൻ അറിയാമെന്ന് പറയും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ലോത്ത് ആ പച്ചപ്പ് കണ്ട് തിരഞ്ഞെടുത്തപ്പോൾ അതൊരു വലിയ ആത്മീക അപകടമായിരുന്നു. ദൈവം കണ്ടത് അതിനകത്തെ ആത്മീക അപകടമാണ്. അബ്രാം ആ ദൈവത്തെയാണ് തെരഞ്ഞെടുത്തത്. അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. പക്ഷെ ലോത്ത് ആ പച്ചപ്പ് തെരഞ്ഞെടുത്തു. ലോത്ത് സമൃദ്ധി തെരഞ്ഞെടുത്തു. പക്ഷേ ദൈവം കണ്ടത് സോദോമിനെയാണ്. സോദോമിനെ വെട്ടാൻ നിർത്തിയിരിക്കുന്നതാണ്. അബ്രാമിന്റെ ജീവിതത്തിൽ നമ്മളത് കാണുന്നു. ലോത്തിനെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. 14-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ സോദോമിൽ പാർത്തിരുന്ന ലോത്തിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതെ പ്രിയപ്പെട്ടവരെ, നാം ഇതിൽ ഏതാണ് തിരഞ്ഞെടുക്കാൻ പോവുക? നാം തുടർച്ചയായി
എന്താണോ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിലാണ് പിന്നീട് നാം ജീവിക്കാൻ പോകുന്നത്. നാം എങ്ങോട്ടാണോ നോക്കിക്കൊണ്ടിരിക്കുക അവിടെ നമ്മൾ ജീവിക്കും. അബ്രഹാമിനെ കുറിച്ച്, ഇസ്ഹാക്കിനെ കുറിച്ച്, യാക്കോബിനെ കുറിച്ച് നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും ദൈവം അടിസ്ഥാനമിട്ടതുമായ നഗരത്തിനായി അവര് കാത്തിരിക്കുകയാണ്. അവരെവിടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അവര് കണ്ണുകളെ ഉയർത്തി സ്വർഗീയ യെരൂശലേമിലേക്കാണ് നോക്കിക്കൊണ്ടിരുന്നത്. അവർ അവിടെ നിത്യതയിൽ പാർക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ ദൈവിക വാഗ്ദത്തമായി നമ്മളത് കാണുന്നുണ്ട്. എന്നാൽ ലോത്തോ, അവൻ പാർത്തത് നശിപ്പിക്കാൻ വെച്ചിരിക്കുന്ന, തീ ഇടാൻ വെച്ചിരിക്കുന്ന സോദോമിനെ തെരഞ്ഞെടുത്തത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അവസാനമായി 5, വിശ്വാസം തെരഞ്ഞെടുക്കുന്ന എന്താണ്? Faith trusts God to provide what material advantage cannot give. ഇവിടെ ലോത്ത് ഒരു വലിയ തെരഞ്ഞെടുപ്പ് നടത്തി മുന്നോട്ട് പോയി. എന്നാൽ അബ്രഹാം തെരഞ്ഞെടുത്തു, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ തെരഞ്ഞെടുത്തു. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം. നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക, ഞാൻ അത് നിനക്ക് തരും. അപ്പോൾ അബ്രാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ഇവിടെ ലോത്ത് തന്റെ കണ്ണുകളെ ഉയർത്തി താൻ ചില തെരഞ്ഞെടുപ്പുകൾ നടത്തി. എന്നാൽ അബ്രാം കണ്ണുകളെ ഉയർത്തി ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ തെരഞ്ഞെടുത്തപ്പോൾ, ഞാൻ ചോദിക്കട്ടെ, അബ്രാമിന് നഷ്ടങ്ങളാണോ ഉണ്ടായത് അതോ ലാഭമാണോ? പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന് ഒന്നും നഷ്ടപ്പെട്ടില്ല. ദൈവത്തെ ആശ്രയിച്ചത് കൊണ്ട് അബ്രഹാമിന് ഒന്നും നഷ്ടപ്പെട്ടില്ല. കാരണം ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം അബ്രഹാമിനെ മാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന് വാഗ്ദത്തങ്ങളെ കൊടുക്കുകയാണ്. ദേശത്തെ മാത്രമല്ല, സന്തതിയെയും വാഗ്ദത്തമായി കൊടുത്തു. ഭൂമിയിലെ പൊടി പോലെ സന്തതിയെ കൊടുക്കുമെന്ന് ദൈവം അബ്രഹാമിനെ വാഗ്ദത്തം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യം, നാമും അബ്രഹാമിന്റെ സന്തതി എന്നാണ്. സക്കായിയെ യേശു കർത്താവ് വിളിച്ചത് ഇവനും അബ്രഹാമിന്റെ മകൻ എന്നാണ്. അത് എത്ര വലിയ വാഗ്ദത്ത നിവൃത്തിയാണ് അബ്രഹാമിന് ലഭിക്കുന്നത്. ദൈവത്തെ ആശ്രയിക്കാൻ നാം തീരുമാനിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഭൗതിക നന്മകൾക്ക് നൽകാൻ കഴിയാത്ത വലിയ അനുഗ്രഹങ്ങളിലേക്ക് നമ്മെ നടത്തുവാനായിട്ടിടയായിത്തീരും. അബ്രഹാം ഇവിടെ വിശ്വാസത്തോടെ പ്രതികരിച്ചു. ഹെബ്രോനിലേക്ക് കൂടാരം നീക്കി അടിച്ചു. ലോത്ത് കൂടാരം നീക്കി അടിക്കുന്നത് സോദോമിലേക്കാണ്. വെട്ടാൻ വെച്ച വൃക്ഷത്തോട് അടുത്ത് പാർക്കുന്ന ലോത്തിനെയും എന്നാൽ വാഗ്ദത്തത്തോട് അടുക്കുന്ന അബ്രാമിനെയുമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാനം നമ്മൾ കാണുന്നത്. ഇന്ന് തിരുവചനത്തിന് മുമ്പിൽ ലോത്ത് തെരഞ്ഞെടുത്ത ആ പട്ടണത്തെയാണോ അതോ അബ്രഹാം തെരഞ്ഞെടുത്ത ആ യാഗപീഠത്തെ തിരഞ്ഞെടുക്കുമോ? 18-ാം വാക്യത്തിൽ അബ്രഹാം ഒരു യാഗപീഠം പണിതു എന്നാണ് വായിക്കുന്നത്. ലോത്ത് സോദോം ഗൊമോറയോട് അടുത്ത് പാർക്കുമ്പോൾ അബ്രഹാം അടുത്ത് പാർത്തത് യാഗപീഠത്തോടാണ്. വാട്ട് വിൽ യു ചൂസ്? നിങ്ങൾ ഇതിൽ ഏത് തെരഞ്ഞെടുക്കും? ലോത്ത് സമൃദ്ധിയെ തെരഞ്ഞെടുത്തു, അബ്രഹാം ദൈവത്തെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വസ്തുവകകൾ കൂടുതൽ പ്രധാനപ്പെട്ടതാകരുത്, പണം കൂടുതൽ പ്രധാനപ്പെട്ടതാകരുത്. പണത്തിന് പ്രാധാന്യമില്ലെന്നല്ല, ശുശ്രൂഷയേക്കാൾ പണം പ്രധാനപ്പെട്ടതാകരുത്, വ്യക്തികളെക്കാൾ വസ്തുവകകൾ പ്രധാനപ്പെട്ടതാകരുത്. നമ്മുടെ ജീവിതത്തിൽ പദവികൾ, സമ്പത്ത്, വസ്തുവകകൾ ഒന്നും ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കാളും മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളെക്കാൾ പ്രധാനപ്പെട്ടതാകരുത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കൊരു തീരുമാനമെടുക്കാം. I may lose opportunity, but I will not lose my obedience. എനിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടാലും ഞാൻ എൻ്റെ അനുസരണം വിട്ടുകളയുകയില്ല. I may surrender an advantage, but I will not surrender my faith. എനിക്ക് ലഭിക്കാവുന്ന വസ്തുവകകളിലുള്ള ലാഭങ്ങളെ ഞാൻ അങ്ങയുടെ പാദപീഠത്തിൽ വെക്കുന്നു കർത്താവേ, എന്നാൽ എൻ്റെ വിശ്വാസത്തെ ഞാൻ ഒരിക്കലും വിട്ടുകളയുകയില്ല. I may have less in my hands, but if I have God, I have more than enough. എന്റെ കയ്യിൽ കുറച്ചേ ഉള്ളെങ്കിലും എനിക്ക് ദൈവം ഉണ്ടെങ്കിൽ എനിക്കത് മതി. ഹല്ലേലൂയ. ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ?
സ്വർഗപിതാവിന്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടു തൻ ജീവിതം ചെയ്യുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോലെ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.